എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2026 ജനുവരി മാസത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളും അപ്പോയിൻമെൻറ്റ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2026 ജനുവരിയിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റതാരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. അപ്പം സ്ഥിരമായിട്ട് നമ്മുടെ PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്നുള്ളതൊക്കെയാണ്. അപ്പോൾ പഠിച്ചു നോക്കണം. ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. എത്രാമത്തെ ആണെന്നോടെ പരീക്ഷയ്ക്ക് ചോദിക്കും. 40ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇപ്പോഴേ പഠിച്ചു വെച്ചോളൂ. 2026 ജനുവരിയിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റതാരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻ സെൻ. അടുത്ത പോയിന്റ് നോക്കാം. 2026 ജനുവരിയിൽ ലോക് ഭവനിൽ അനാച്ഛാദനം ചെയ്ത ആരുടെ ചിത്രമാണ്? അനാച്ഛാദനം ചെയ്തത് ആരുടെ ചിത്രമാണ്? അംബേദ്കറുടെ ചിത്രമാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറുടെ ചിത്രമാണ് ലോക് ഭവനിൽ അനാച്ഛാദനം ചെയ്തത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 2026 ജനുവരിയിൽ ലോക് ഭവനിൽ അനാച്ഛാദനം ചെയ്തത് ആരുടെ ചിത്രമാണ്? അംബേദ്കറുടെ ചിത്രമാണ്. ജപ്പാനെ മറികടന്ന് ലോകത്തെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഇന്ത്യ ഇപ്പം നിലവിൽ ലോകത്തെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ടുള്ള രാജ്യമാണ് കേട്ടോ. അപ്പം പഠിച്ചു വെച്ചോളൂ, ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. ജപ്പാനെ മറികടന്ന്. അപ്പോൾ ആരെ മറികടന്നാണ് ഇന്ത്യ 4ാമത്തെ സമ്പദ് വ്യവസ്ഥ രാജ്യമായി മാറിയതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. പഠിച്ചു വെച്ചോളൂ, ജപ്പാനെയാണ്. അപ്പം ഒന്നുകൂടെ പറയാം, ജപ്പാനെ മറികടന്നു ലോകത്തെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ്, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും സുസ്ഥിര വികസനവും ഉത്തേജിപ്പിക്കുന്നതിനായി ഗ്രീൻ ടു ഗോൾഡ് സംരംഭത്തിന് കീഴിൽ ചണ വ്യവസായം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും സുസ്ഥിര വികസനവും ഉത്തേജിപ്പിക്കുന്നതിനായി ഗ്രീൻ ടു ഗോൾഡ് സംരംഭത്തിന് കീഴിൽ ചണ വ്യവസായം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനാകുന്നത് ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള മോഹൻലാലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനാകുന്നത് ആരാണ്? മോഹൻലാലാണ്. അടുത്ത പോയിന്റ്, 33 വർഷത്തിന് ശേഷം ടൈഗർ സ്റ്റേറ്റ് ഐഡന്റിറ്റി ഔദ്യോഗികമായി വീണ്ടെടുത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ് കേട്ടോ. ഗുജറാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 33 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാം. അപ്പോൾ 33 വർഷത്തിന് ശേഷം ടൈഗർ സ്റ്റേറ്റ് ഐഡന്റിറ്റി ഔദ്യോഗികമായി വീണ്ടെടുത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. 2026 ജനുവരി 7 അന്തരിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞനാരാണ്? മാധവ് ഗാഡ്ഗിലാണ് കേട്ടോ. മാധവ് ഗാഡ്ഗിലാണ്. പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. അദ്ദേഹം മരിച്ച തീയതി എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി വരുന്ന പരീക്ഷകളിൽ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 2026 ജനുവരി 7 ജനുവരി 7 അന്തരിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. 2026 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? തിരുവിഴ ജയശങ്കർ ആണ് കേട്ടോ. അപ്പോൾ 2026 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? തിരുവിഴ ജയശങ്കർ ആണ്. ഇദ്ദേഹം ഒരു നാഗസ്വര വിദ്വാനാണ് കേട്ടോ. നാഗസ്വര വിദ്വാനാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 2026 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? തിരുവിഴ ജയശങ്കറാണ്. തിരുവിഴ ജയശങ്കറാണ്. ഇദ്ദേഹം ഒരു നാഗസ്വര വിദ്വാനാണ്. IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ സംപ്രേഷണം വിലക്കിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ് കേട്ടോ. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും. IPL സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന മാസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യയിലെ വലിയൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് IPL ടൂർണമെൻറ്റ്. അപ്പോൾ IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ സംപ്രേഷണം അടുത്തിടെ വിലക്കിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് കേട്ടോ. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ ട്രെയിൻ ആണ് കേട്ടോ. നമോ ഗ്രീൻ ട്രെയിൻ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ ട്രെയിൻ ആണ്. നമോ ഗ്രീൻ ട്രെയിൻ.
തീരദേശ സംരക്ഷണ സേന തദ്ദേശീയവുമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? സമുദ്രപ്രതാപാണ് കേട്ടോ, സമുദ്രപ്രതാപ്. അപ്പോൾ എന്താണ്? തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? സമുദ്രപ്രതാപാണ്, സമുദ്രപ്രതാപാണ്. അടുത്ത പോയിന്റ് നോക്കാം. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ പ്രശസ്ത എഴുത്തുകാരി ആരാണ്? അരുന്ധതി റോയ് ആണ് കേട്ടോ, അരുന്ധതി റോയ് ആണ്. അപ്പോൾ എന്താണ്? അടുത്തിടെ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ പ്രശസ്ത എഴുത്തുകാരി ആരാണ്? അരുന്ധതി റോയ് ആണ്. 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? എറണാകുളമാണ് കേട്ടോ. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എറണാകുളം. 2026 പ്രായപൂർത്തിയാകാനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച രാജ്യം ഏതാണ്? UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. 2026 പ്രായപൂർത്തിയാകാനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച രാജ്യം ഏതാണ്? UAE ആണ്, അഥവാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. 2026 മുതൽ രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 4 കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പുതിയൊരു ദിനം കൂടിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ 2026 മുതൽ രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 4 കേട്ടോ. ജനുവരി 4 ഇനി മുതൽ രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. യുവാക്കൾക്ക് ശമ്പളത്തോടു കൂടിയ സൈനിക ഇടവേളകൾ വാഗ്ദാനം ചെയ്ത രാജ്യം ഏതാണ്? UK ആണ് കേട്ടോ. അപ്പോൾ യുവാക്കൾക്ക് ശമ്പളത്തോടു കൂടിയ സൈനിക ഇടവേളകൾ വാഗ്ദാനം ചെയ്ത രാജ്യം ഏതാണ്? UK ആണ്, യുണൈറ്റഡ് കിങ്ഡം. 2026-2029 കാലയളവിലേക്കുള്ള ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ അത്ലറ്റിക് കമ്മീഷൻ ചെയർമാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാരാണ്? PV സിന്ധു ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ, ഒരു അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ എന്താണ്? 2026 മുതൽ 2029 കാലയളവിലേക്കുള്ള ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മീഷൻ ചെയർമാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാരാണ്? PV സിന്ധു ആണ്, PV സിന്ധു ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയാരാണ്? മാഗ്നസ് കാൾസൺ ആണ് കേട്ടോ, മാഗ്നസ് കാൾസൺ. ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയാരാണ്? മാഗ്നസ് കാൾസൺ ആണ്, മാഗ്നസ് കാൾസൺ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ MRI സ്കാനർ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? വോക്സൽ ഗ്രിഡ്സ് ആണ് കേട്ടോ, വോക്സൽ ഗ്രിഡ്സ് ആണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ MRI സ്കാനർ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് വോക്സൽ ഗ്രിഡ്സ് കേട്ടോ. ഈ വോക്സൽ ഗ്രിഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്ഥാപകന്റെ പേര് ഇവിടെ അറിഞ്ഞിരിക്കണം, അർജുൻ അരുണാചലമാണ് കേട്ടോ. അപ്പം ആരാണ് സ്ഥാപകൻ? അർജുൻ അരുണാചലമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ MRI സ്കാനർ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? വോക്സൽ ഗ്രിഡ്സ് ആണ്. സ്ഥാപകനാരാണ്? അർജുൻ അരുണാചലമാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2 സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ 700 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന മാംഗ്ലേവ് ട്രെയിൻ യാത്ര നടത്തി ലോക റെക്കോർഡ് കൈവരിച്ച രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ, ചൈനയാണ്. അപ്പോൾ നമുക്കറിയാം ചൈനയാണ് ഈ അടുത്തിടെ തന്നെ ഒരു ഏറ്റവും വേഗതയേറിയ ട്രെയിനും ചൈനയിലാണ് ഓടിയത്. അപ്പോൾ അതിനുശേഷം 700 കിലോമീറ്റർ കേട്ടോ, അതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് സ്പീഡായിരിക്കും? 700 കിലോമീറ്റർ സ്പീഡിലാണ്. അപ്പോൾ എന്താണ് ഇവിടെ പോയിന്റ്? എന്താണ്? 2 സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ 700 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന മാംഗ്ലേവ് ട്രെയിൻ യാത്ര നടത്തി ലോക റെക്കോർഡ് കൈവരിച്ച രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. ലോക റെക്കോർഡ് കൈവരിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. ക്ലാസ് ഒന്ന് മാക്സിമം ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുകൂടാതെ തന്നെ കറണ്ട് അഫയേഴ്സിനും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിനും ഒക്കെ വേണ്ടി നമ്മുടെ ചാനലൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും അതുപോലെ തന്നെ പുതിയ ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.